നമസ്കാരം. മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1199 മേടമാസം 1-ാം തീയതി വിഷു ദിവസം മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷത്തെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത്. ഈ ഒരു വിഷുഫലത്തിലൂടെ ഓരോ നക്ഷത്രക്കാർക്കും വന്നു ഭവിക്കാൻ സാധ്യതയുള്ള ശുഭകാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. എന്നാൽ അവരവരുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര പ്രാർത്ഥനകൾ അതാത് നക്ഷത്രക്കാർ ചെയ്തു പോകേണ്ടതാണ്. മീനം 31-ാം തീയതി ശനിയാഴ്ച 35 നാഴിക 6 വിനാഴികയ്ക്ക് മകീര നക്ഷത്രത്തിലാണ് മേടസംക്രമം നടക്കുന്നത്. മേടസംക്രമം എന്ന് പറയുന്നത് മീനൻ രാശിയിൽ നിന്ന് സൂര്യൻ ഉച്ചരാശിയായിരിക്കുന്ന മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമാണ്. ഈ സമയം മുതൽ ഒരുപാട് നക്ഷത്രക്കാർക്ക് പലതരത്തിലുമുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നു. ആദ്യം നോക്കാൻ പോകുന്നത് മേടക്കൂറുകാരായ നക്ഷത്രക്കാരെ കുറിച്ച് തന്നെയാണ്. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗവും വരുന്ന മേടക്കൂറുകാർക്ക് മേടസംക്രമം നടക്കുന്ന സമയം മുതൽ ഒരു വർഷക്കാലം ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നു. വ്യക്തിപരമായ കഴിവിലൂടെ തൊഴിൽ രംഗത്തും ജീവിത രീതിയിലുമൊക്കെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമായിട്ടാണ് വിഷു ഫലത്തിലൂടെ കാണുന്നത്. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുക, ചെയ്യുന്ന ജോലിയിൽ ഉയർന്ന സ്ഥാനക്കയറ്റം ഉണ്ടാകുക, ഒരുപാട് ആളുകളെ നിയന്ത്രിക്കുന്നതിനുള്ള ചില സാഹചര്യങ്ങൾ വന്നു ചേരുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ധനനേട്ടം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുക, കുടുംബ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുക, നഷ്ടപ്പെട്ടു പോയ സമ്പത്തുകൾ, മൂല്യവസ്തുക്കൾ എന്നിവ വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു വർഷം, ദാനധർമാദികൾ കൂടുതലായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വർഷം, ശ്രേഷ്ഠമായ ചിന്തയോടുകൂടി ശാരീരിക സുഖത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വർഷം. ഈ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും മേടക്കുറുകാർക്ക് ഈ വിഷു ഫലത്തിൽ വളരെ ശുഭകരമായിട്ട് കാണുന്നു. ശുഭകരമായ യാത്രകൾ, മൂല്യവസ്തുക്കൾ നേടാനുള്ള ചില ഭാഗ്യങ്ങൾ, സന്തോഷം നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് പഠന മികവ് പുലർത്താൻ കഴിയുന്ന വർഷമായിട്ടും ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് യാത്രകൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന വർഷമായിട്ടും ആഗ്രഹപ്രകാരമുള്ള പല ശുഭകാര്യങ്ങളും ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു വർഷമായിട്ടുമാണ് വിഷുഫലം കാണുന്നത്. പൊതുവിൽ മേടക്കുറുകാർക്ക് വിഷുഫലം എന്ന് പറയുന്നത് വളരെ ഈശ്വരാനുഗ്രഹമുള്ള സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളുള്ള ഒരു ഫലമായിട്ടാണ് കാണുന്നത്. ഇനി ഇടവക്കുറുകാരെ കുറിച്ചാണ്. ഇടവക്കുറുകാരുടെ ഈ വർഷത്തെ വിഷുഫലം എന്ന് പറയുന്നത് വളരെയേറെ ശുഭകാര്യങ്ങൾ തന്നെയാണ് കാണുന്നത്. മേടം പകുതിയോടുകൂടി തന്നെ ഇവരുടെ ജീവിതത്തിൽ പല കഷ്ടതകൾക്കും അറുതി വരികയും ഈശ്വരാനുഗ്രഹം ഇവർക്ക് വർദ്ധിക്കുകയും ചെയ്യും എന്നാണ് കാണുന്നത്. പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് തികച്ചും യാദൃശ്ചികമാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ നമ്മളിലേക്ക് വരുന്ന നന്മ തിന്മകളെല്ലാം തന്നെ കാലത്തിന്റെ അല്ലെങ്കിൽ സമയത്തിന്റെ ചില പ്രത്യേകതകൾ കൊണ്ടാണ് എന്നുള്ളതാണ് ജ്യോതിഷ വിധിയിലൂടെ പറയാറുള്ളത്. അത്തരത്തിൽ പറയുമ്പോൾ എത്രത്തോളം പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ ഉള്ളവർക്ക് പോലും ഇടവക്കൂറുകാർക്ക് ഈശ്വരാനുഗ്രഹത്തിലൂടെ അവരുടെ ജീവിതം വളരെ സന്തോഷം നിറഞ്ഞതായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് വിഷുഫലമായിട്ട് കാണുന്നത്. മെയ് മാസം 1-ാം തീയതിയോടുകൂടി വ്യാഴം ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കണ്ടകശനി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ട് ദേവപ്രീതി ഇവരിൽ വന്നു നിറയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ സന്ദർഭങ്ങളിൽ സത്യത്തെ കൈവെടിയാതിരിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും അതോടൊപ്പം തന്നെ ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് സ്വയം പരിശ്രമിക്കുകയും സർഗാത്മകമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സമയമാണ്. ഇപ്രകാരമെല്ലാം ചെയ്യുന്ന ഇടവക്കൂറുകാർക്ക് ഈ വിഷുഫലം അഥവാ മേടം 1-ാം തീയതി മുതൽ അടുത്ത മേടം 1 വരെയുള്ള സമയങ്ങൾ അതീവ ശ്രേഷ്ഠകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാമ്പത്തിക മേഖലകളിൽ വളരെ ശോഭിക്കാൻ കഴിയുന്ന ഒരു വർഷമായിട്ടും അതോടൊപ്പം തന്നെ പുതിയ ഭവന നിർമ്മാണം ചെയ്യാൻ കഴിയുന്ന വർഷമായിട്ടും ഇവരുടെ ആഗ്രഹപ്രകാരമുള്ള പല ശുഭകാര്യങ്ങളും നടക്കുന്ന കാലയളവായിട്ടും ഒക്കെയാണ് ഈ വിഷുഫലം ഇടവക്കൂറുകാർക്ക് വന്നു ചേരുന്നത്. പ്രത്യേകിച്ച് കുറെ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്ന പല കർമ്മ തടസ്സങ്ങളും മാറി ജീവിതത്തിൽ പ്രതീക്ഷകൾ നൽകുന്ന സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ കൂടുതൽ ലഭിക്കുന്ന ഒരു പുതുവർഷമായിട്ടാണ് ഇടവക്കൂറുകാർക്ക് ഈ വിഷുഫലം വന്നു ചേരുന്നത്. ഇടവക്കൂറിലേക്ക് വ്യാഴം പ്രവേശിക്കുന്നതോട് കൂടിയിട്ട് പല സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള യോഗങ്ങൾ ഇടവക്കൂറുകാർക്ക് വന്നു ചേരും. കാലങ്ങളായിട്ട് കാത്തിരുന്ന പല സ്വപ്നങ്ങളും പൂവണിയാൻ പോകുന്ന ഒരു പുതുവർഷമായിരിക്കും ഈ മേടം 1 മുതൽ അടുത്ത മേടം വരെയുള്ള കാലയളവ് എന്ന് പറയുന്നത്. ഇതിനെല്ലാം ഉപരിയായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനും സർഗാത്മക കഴിവിലൂടെ പേരും പ്രശസ്തിയും നേടാനും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇടവക്കൂറിന്റെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ഇടവക്കൂറുകാരുടെ ഒരു സാന്നിധ്യം ഉള്ള സ്ഥലത്ത് പലതരത്തിലുമുള്ള ഗുണാനുഭവങ്ങൾ ഈ സമയങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പൊതുവിൽ വ്യക്തി സ്വഭാവത്തിലൂടെ വളരെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു സമയമായിട്ട് ഈ ഒരു വർഷഫലത്തെ കാണുകയും ആ സമയത്തുള്ള ഗുണാനുഭവങ്ങൾ വളരെയധികം ഈ ഇടവക്കൂറുകാർക്ക് നേടാൻ കഴിയുകയും ചെയ്യുമെന്നുള്ളതാണ് വിഷുഫലമായിട്ട് കാണുന്നത്. ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷവും വിവാഹം നടക്കാത്ത ആൾക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയും
വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ചില സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയവുമായിട്ട് ഈ വിഷു കാലയളവിനെ കാണേണ്ടതാണ്. ഇനി മിഥുനക്കുറുകാരെ കുറിച്ചാണ് പറയുന്നത്. മിഥുനക്കുറുകാർക്ക് ആഗ്രഹ സബലീകരണത്തിന്റെ ഒരു വർഷമായിട്ടാണ് ഈ വിഷുക്കാലം കാണുന്നത്. പൊതുവിൽ ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും നല്ല കാര്യങ്ങൾ തന്നെയല്ലേ വരുന്നത്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളാണല്ലോ പറയുന്നതെന്ന് തോന്നുമെങ്കിലും ഓരോ നക്ഷത്രക്കാർക്കും വന്നു ഭവിക്കുന്ന കാര്യങ്ങൾക്ക് വ്യത്യസ്തത ഉണ്ടാവാം. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വീട് എന്ന സ്വപ്നം പൂവണിയാൻ പോകുന്നതിന്റെ ഒരു ചുവടുവെപ്പായിരിക്കും ഈ ഒരു വിഷുക്കാലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും സാധിക്കില്ല എന്ന് ചിന്തിക്കുന്നിടന്ന് അത് നേടാൻ കഴിയും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരു കാലയളവായിട്ട് ഈ വിഷുക്കാലത്തെ കാണാവുന്നതാണ്. അതിനെല്ലാം ഉപരിയായിട്ട് ഇവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഈ ഒരു വിഷുവോടുകൂടി ഇവർക്ക് വന്നു ചേരും എന്നുള്ളതാണ്. വ്യക്തി പ്രഭാവത്തിലൂടെ പലതരത്തിലുള്ള ധനനേട്ടവും സൗഭാഗ്യങ്ങളും ഇവരിലേക്ക് വന്നു ചേരും. സ്വന്തം കഴിവിലൂടെ തന്നെ ചില നിലനിൽപ്പുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന വർഷമായിട്ടാണ് മിഥുനക്കുറുകാർക്ക് ഈ വർഷം വന്നു ചേരുന്നത്. പഠനരംഗത്തും തൊഴിൽ മേഖലയിലും വളരെയേറെ പുരോഗതിയാണ് ഈ ഒരു പുതുവർഷം ഇവർക്ക് സമ്മാനിക്കുന്നത്. ഇവര് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഇവർക്ക് ലഭിക്കുകയും അതിലൂടെ ചില ഗുണാനുഭവങ്ങൾ ഇവരിലേക്ക് വന്നു ചേരുകയും ചെയ്യും. ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഈ വിഷുഫലത്തിലൂടെ മിഥുനക്കുറുകാർക്ക് കാണുന്നത്. വാസസ്ഥലം മാറേണ്ടുന്ന ചില സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ പുതിയ സൗഹൃദങ്ങൾ ലഭിക്കാനുള്ള യോഗഭാഗ്യങ്ങളും പുതിയ അന്തരീക്ഷത്തിലേക്ക് എത്തിപ്പെടാനുള്ള ചില ഭാഗ്യങ്ങളും ഒക്കെ മിഥുനക്കുറുകാർക്കുണ്ട്. എന്നാൽ ഈ മേടം മുതൽ അടുത്ത മേടം വരെയുള്ള കാലയളവ് കർമ്മരംഗത്ത് കൂടുതൽ ശോഭിക്കാൻ കഴിയുന്ന സമയമായിട്ടാണ് കാണുന്നത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമെല്ലാം ഈ ഒരു വിഷുക്കാലം സമ്മാനിക്കുന്നത് പുതിയ പുതിയ അനുഭവങ്ങളായിരിക്കും. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ഗ്രഹനില പ്രകാരം അവരുടെ ജീവിതാനുഭവങ്ങൾ എത്രത്തോളം ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഒരു കാലയളവിനെ പ്രയോജനപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള കാലഘട്ടം മിഥുനക്കുറുകാർക്ക് അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു സമയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് കാലങ്ങളായിട്ട് പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയിട്ടുള്ള പല കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് മിഥുനക്കുറുകാർക്ക് സാധിക്കുമെന്നാണ് വിഷുഫലത്തിലൂടെ കാണുന്നത്. ഇനി കർക്കിടകക്കുറുകാരെ കുറിച്ചാണ് പറയുന്നത്. കർക്കിടകക്കുറുകാരുടെ കർമ്മരംഗം തെളിയാൻ പോകുന്നു എന്നുള്ളതാണ്. കർക്കിടകക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ നഷ്ടങ്ങളെ വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു സമയമായിട്ടാണ് ഈ വിഷുഫലം കാണുന്നത്. വ്യക്തി ജീവിതത്തിൽ സ്ഥിരതപ്പെടാനുള്ള ചില സാഹചര്യങ്ങൾ കാണുന്നു. അതായത് അസ്ഥിരമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മാറി ജീവിതത്തിൽ ഒരു സ്ഥിരതയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഭാഗ്യാനുഭവങ്ങൾ കർക്കിടകക്കുറുകാർക്ക് ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. കർക്കിടകക്കുറുകാരെ കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഈ സമയത്ത് വന്നു ചേരും. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിലുള്ളവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കർക്കിടകക്കുറുകാർക്ക് സാധിക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ വിഷുഫലം കാണുന്നത്. സന്തോഷം നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ ഇവരെ തേടി വരാനുള്ള സാധ്യതയുണ്ട്. വാഹനം, ഭൂമി, വീട് എന്നിവ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കർക്കിടകക്കുറുകാർക്ക് ഈ വിഷുഫലം സമ്മാനിക്കുന്നത് അവരുടെ ആഗ്രഹ സബലീകരണത്തിന്റെ ഒരു സമയമായിട്ടാണ്. ധനസമ്പാദനത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വർഷമായിട്ടാണ് കർക്കിടകക്കുറുകാർക്ക് ഈ വിഷുക്കാലം മുതൽ അടുത്ത വിഷുക്കാലം വരെയുള്ള സമയം വന്നു ചേരുന്നത്. എന്നാൽ കർക്കിടകക്കുറുകാരുടെ ഇപ്പോഴത്തെ ഗ്രഹനില വെച്ചിട്ട് ഇവരിലേക്ക് വന്നു ഭവിക്കുന്ന ധനം കൂടുതലായിട്ട് ചെലവഴിച്ചു പോകുന്ന സാഹചര്യവും ധനസമ്പാദനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടുന്ന സമയവുമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള സമയങ്ങളിൽ ധനസമ്പാദനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകാൻ കർക്കിടകക്കുറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശുഭഗ്രഹങ്ങൾ ലാഭസ്ഥാനത്തേക്ക് വരുന്നതും അതോടൊപ്പം തന്നെ ഇവരുടെ കഷ്ടതകൾക്ക് അറുതി വരുന്നതുമായിട്ടുള്ള ഒരു വർഷമായിട്ട് മേടം 1 മുതൽ അടുത്ത മേടം 1 വരെയുള്ള സമയത്തെ കാണാം. സങ്കടങ്ങളെ മാറ്റി നിർത്തി ശുഭകാര്യങ്ങൾക്കായിട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അതിന് ഫലസിദ്ധി ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു വിഷുക്കാലം എന്നാണ് കാണുന്നത്. ഇനി ചിങ്ങക്കുറുകാരെ കുറിച്ചാണ് പറയുന്നത്. ചിങ്ങക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം മേടം 1-ാം തീയതി മുതൽ അടുത്ത വിഷു വരെയുള്ള കാലയളവ് എന്ന് പറയുന്നത് അവരുടെ തൊഴിൽ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം വരാനായിട്ട് പോകുന്നത്. കണ്ടകശനി കൊണ്ട് ഇവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും എല്ലാം മാറി പുതിയ ജീവിതാനുഭവങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ വിഷുഫലത്തിലൂടെ കാണുന്നത്. പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ ഈശ്വരാധീനം വർദ്ധിക്കുകയും പുതിയ ജോലിയിൽ ലഭിക്കാനുള്ള സാധ്യതയും ജോലിയിലുള്ള ഉയർച്ചയും അതിനെല്ലാം ഉപരിയായിട്ട് കർമ്മരംഗത്ത് ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും വളരെ ഈശ്വരാധീനം ഉണ്ടാകുന്ന ഒരു സമയവുമായിട്ട് ഈ സമയത്തെ കാണേണ്ടതുണ്ട്. ചിങ്ങക്കൂറുകാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പലതരത്തിലുമുള്ള കഷ്ടതകൾ കഴിഞ്ഞുപോയ സമയങ്ങളിൽ ഈ നക്ഷത്രക്കാർക്കുണ്ടാവാം. കാരണം കണ്ടകശനി നടക്കുന്ന സമയമായിരുന്നു എന്നുള്ളത് കൊണ്ട് പലപ്പോഴും കർമ്മ തടസ്സങ്ങളാണ് ഈ നക്ഷത്രക്കാർ മുൻപ് അനുഭവിച്ചിട്ടുള്ളത് എങ്കിൽ ഈ മേടം 1 മുതൽ ഇവർക്ക് പലതരത്തിലുമുള്ള ഗുണാനുഭവങ്ങൾ വരുന്നു. പ്രത്യേകിച്ച് മേടമാസത്തിൽ തന്നെ വ്യാഴം കർമ്മരംഗത്തേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമാണ്. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ കർമ്മഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ സഞ്ചാരവും അതോടൊപ്പം തന്നെ ഭാഗ്യസ്ഥാനത്തേക്ക് ഉച്ചരാശിയിൽ ആദ്യത്തിന്റെ പ്രവേശനവും കൂടി വരുമ്പോൾ ഭാഗ്യം കൊണ്ട് തന്നെ ജീവിതത്തിൽ പുരോഗതി കൈവരിക്കാനും ഉന്നത അധികാരം നേടാനും അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ നിയന്ത്രിക്കുന്ന പദവിയിലേക്ക് എത്തിപ്പെടാനുമൊക്കെയുള്ള ഭാഗ്യങ്ങൾ ചിങ്ങക്കുറുകാർക്ക് വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
സംശയമില്ല. ചിങ്ങക്കൂറിന്റെ അധിപനായിരിക്കുന്ന ആദിത്യൻ ഉച്ചരാശിയായിരിക്കുന്ന ചിങ്ങക്കൂറിന്റെ ഭാഗ്യസ്ഥാനത്തേക്ക് അഥവാ 9ാം ഭാവത്തിലേക്ക് വന്നു ചേരുകയാണ്. ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഭാഗ്യരൂപേണ ഈ നക്ഷത്രക്കാർക്ക് വളരെ ഉന്നത അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും ഇവർ ആഗ്രഹിക്കുന്നേക്കാൾ ഉയർന്ന സ്ഥാനമായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത്ഭുതകരമായിട്ടുള്ള ഒരു നേട്ടമാണ് ഈ വിഷുക്കാലം ഇവർക്ക് സമ്മാനിക്കുന്നത്. ഒരുപാട് നാളത്തെ അലച്ചലിന് ശേഷം ഇവരുടെ ജീവിതത്തിലേക്ക് സ്ഥിരമായിരിക്കുന്ന ചില സ്ഥാനമാനങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നു എന്ന് പറയുമ്പോൾ ചിങ്ങക്കൂറുകാരുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ നിമിഷങ്ങളായിട്ട് ഈ മേടം മുതൽ അടുത്ത മേടം വരെ മാറുമെന്നാണ് വിഷുഫലമായിട്ട് കാണുന്നത്. ഇനി കന്നിക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത്. കന്നിക്കൂറുകാരുടെ വിഷുഫലം പറയുമ്പോൾ വ്യാഴം അഷ്ടമാധിപത്യത്തിൽ നിൽക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ പലപ്പോഴും പ്രാർത്ഥനകൾക്ക് ഫലസിദ്ധി ഇല്ലാതെ പോയിട്ടുള്ള ഒരു സമയമായിട്ടാണ് മേടത്തിന് മുൻപുള്ള കാലം ഈ നക്ഷത്രക്കാർക്ക് എങ്കിൽ മേടം രാശിയിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന ഒരു കാലം അഥവാ വിഷുവിന് ശേഷമുള്ള മേടം 17ഓട് കൂടിയിട്ട് ഈ നക്ഷത്രക്കാരുടെ നിർഭാഗ്യങ്ങൾ മാറി ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലസിദ്ധി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. വ്യാഴം ഭാഗ്യസ്ഥാനമായിരിക്കുന്ന 9ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാലമാണ് ഈ മേടമാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗ്യാനുഭവത്തിലൂടെ ഒരുപാട് നേട്ടങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ഭവിക്കാനുള്ള സാധ്യത. എന്നാൽ ആദിത്യൻ അഷ്ടമഭാവത്തിൽ ഉച്ചരാശിയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരവരുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ ആദിത്യന്റെ സ്ഥാനം മനസ്സിലാക്കിയിട്ട് അശുഭ സ്ഥാനത്താണെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധയും പ്രാർത്ഥനയും കൊടുത്തുകൊണ്ട് ഈ സമയത്ത് മുന്നോട്ട് പോകാൻ കന്നിക്കൂറുകാർ ശ്രമിക്കേണ്ടതാണ്. എന്നാൽ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള ഭാഗ്യം വ്യാഴദൃഷ്ടിയോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് മേടമാസത്തിൽ വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തുടർന്ന് അങ്ങോട്ടേക്ക് ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ വ്യക്തി ജീവിതത്തിൽ കഴിവ് തെളിയിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഈ മേടം മുതൽ അടുത്ത മേടം വരെയുള്ള സമയം എന്ന് പറയുന്നത്. ലഗ്നത്തിൽ കേതു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ശാരീരിക ക്ലേശങ്ങൾ കൊണ്ടും മാനസിക ക്ലേശങ്ങൾ കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടിയിരുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകളും സന്തോഷവും നൽകുന്ന അനുഭവമായിരിക്കും ഈ ഒരു മേടം മുതൽ അടുത്ത മേടം വരെയുള്ള സമയം എന്ന് പറയുന്നത്. പല പുതിയ സംരംഭങ്ങളും തുടക്കം കുറിക്കാൻ സാധിക്കുകയും ജോലിയിൽ പുരോഗതി ഉണ്ടാകുകയും വ്യക്തി പ്രഭാവത്തിലൂടെ പല നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുകയും ഒരുപാട് കാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന കർമ്മത്തിന് ഫലമുണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമായിട്ട് ഈ ഒരു സമയത്തെ കാണാം. മനസ്സിലെ സങ്കടങ്ങൾ നീങ്ങി ഈശ്വര പ്രാപ്തി നേടാൻ കഴിയുന്ന ഒരു സമയമായിട്ട് ഈ ഒരു മേടം മുതൽ അടുത്ത മേടം വരെയുള്ള സമയത്തെ കാണാവുന്നതാണ്. ദേവകർമ്മങ്ങളിൽ പങ്കെടുക്കാനും ആത്മീയ കാര്യങ്ങൾ പഠിക്കാനും അതോടൊപ്പം തന്നെ ജന്മ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമായിട്ട് ഈ മേടം മുതൽ അടുത്ത മേടം വരെയുള്ള കാലയളവിനെ കാണേണ്ടതുണ്ട്. വ്യക്തി ജീവിതത്തിൽ സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും ഏറെ പ്രാധാന്യം നൽകുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും ഫലം സിദ്ധിക്കാൻ പോകുന്ന ഒരു വർഷമായിട്ട് ഈ മേടം 1 മുതൽ അടുത്ത മേടം വരെയുള്ള വിഷുഫലത്തെ കാണേണ്ടതാണ്. ഇനി തുലാക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത്. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ മേടം 1 മുതൽ അടുത്ത മേടം വരെയുള്ള സമയങ്ങളിൽ അവരവരെക്കാൾ കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാലയളവായിട്ട് മാറും. അതായത് ഉന്നത അധികാരികളായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾ, വലിയ രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, ഇത്തരം ആളുകൾക്കെല്ലാം തന്നെ ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പരിശ്രമിക്കാനും പ്രവർത്തിക്കാനും കഴിയുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എല്ലാ ആളുകളും അവരവരുടെ ജീവിത പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത് എങ്കിൽ തുലാക്കൂറുകാരെ നക്ഷത്രക്കാർ പരിശ്രമിക്കുന്നത് അവരവരുടെ വളർച്ചയ്ക്കുപരിയായിട്ട് മറ്റുള്ളവരുടെ ജീവിതവും കൂടി മെച്ചപ്പെടുത്തി എടുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ്. തുലാക്കൂറിന്റെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. അതുകൊണ്ട് തന്നെ ജാതകത്തിലെ ഗ്രഹനിലയിൽ ശുക്ര സാന്നിധ്യം അനുകൂല ഭാവത്തിലാണെങ്കിൽ ഈ മേടം മുതൽ അടുത്ത മേടം വരെയുള്ള സമയങ്ങളിൽ ധനപരമായ കാര്യങ്ങളിൽ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക വളർച്ച ഈ നക്ഷത്രക്കാർക്ക് നേടാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് ആളുകൾക്ക് അന്നം നൽകാനും കൂടി സാധിക്കുന്ന രീതിയിലേക്ക് ഈ നക്ഷത്രക്കാർ ഈ മേടം 1 മുതൽ അടുത്ത മേടം 1-ാം തീയതി വരെയുള്ള സമയത്തിനുള്ളിൽ മാറും. ലക്ഷ്മി ചൈതന്യം വളരെയേറെ ശ്രേഷ്ഠമായിട്ട് ഇവരിൽ വർദ്ധിക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ മേടം 1 മുതൽ അടുത്ത മേടം വരെയുള്ള സമയം വന്നു ചേരുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് നല്ല കാര്യങ്ങളും ഒരുപാട് മോശം കാര്യങ്ങളും പലരുടെയും ജീവിതത്തിൽ സംഭവിക്കാം. എന്നാൽ ഒരാളുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ആ വ്യക്തിയുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് മോശ അനുഭവങ്ങളും നല്ല അനുഭവങ്ങളും ഒക്കെ പൂർണ്ണമായി മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഒരു വർഷഫലം പറയുമ്പോൾ ആ ഒരു വർഷത്തിൽ ഏതൊക്കെ ശുഭകാര്യങ്ങളാണ് സംഭവിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിലൂടെ പ്രത്യേകം എടുത്തു പറയുന്നത്. അപ്രകാരം പറയുമ്പോൾ തുലാക്കൂറുകാർക്ക് ഈ പുതുവർഷം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഏത് കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചാലും ആ കാര്യം വളരെ ഭംഗിയായിട്ട് ഇവർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ അതിന് വേണ്ടത്ര ഫലം ലഭിക്കില്ല എങ്കിൽ പോലും മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമൂഹ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന
ഏതൊരു കർമ്മവും വിജയത്തിലേക്ക് എത്തിക്കാൻ തുലാക്കൂറുകാർ പരിശ്രമിച്ചാൽ സാധിക്കുമെന്നുള്ളതാണ് ഈ വിഷുഫലത്തിലൂടെ കാണുന്നത്. തുലാക്കൂറുകാരുടെ സാന്നിധ്യം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ വളരെയേറെ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും അതോടൊപ്പം തന്നെ സാമ്പത്തിക പുരോഗതിയും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ അവരുടെ കർമ്മം മറ്റുള്ളവർക്ക് മാതൃകയായി തീരാനും മറ്റുള്ളവരിൽ നിന്ന് പേരും പ്രശസ്തിയും നേടാനും ഒക്കെ ഈ തുലാക്കൂറുകാർക്ക് സാധിക്കുമെന്നുള്ളതാണ് വിഷുഫലത്തിലൂടെ കാണുന്നത്. കർമ്മത്തിലൂടെ മറ്റുള്ളവരുടെ ജീവിത ഉയർച്ചയിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകളുടെ ആദരവും ഇഷ്ടവും ഒക്കെ പിടിച്ചു പറ്റാൻ കഴിയുന്ന ഒരു വർഷമായിട്ടായിരിക്കും ഈ മേടം മുതൽ അടുത്ത മേടം വരെയുള്ള കാലയളവിൽ കൂടുതൽ സമയവും വന്നു ചേരുന്നത് എന്നാണ് കാണുന്നത്. ഇനി വൃശ്ചികക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആദിത്യന്റെ 6ാം ഭാവത്തിലേക്കുള്ള മാറ്റം കൊണ്ട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു എന്ന് കാണുന്നു. പ്രത്യേകിച്ച് ഈ മേടം 1-ാം തീയതി മുതൽ ശത്രുക്കളെ കീഴടക്കാനുള്ള ഒരു കഴിവ് വൃശ്ചികക്കൂറുകാർക്ക് വന്നു ചേരും. അതായത് പലതരത്തിലുമുള്ള ശത്രുതകൾ കൊണ്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, അഥവാ ഇപ്പോൾ കണ്ടകശനി ആയതുകൊണ്ട് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലെ ശത്രുത, അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങൾ, പലതരത്തിലുള്ള കലഹങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു പുതുവർഷമായിരിക്കും മേടം 1 മുതൽ അടുത്ത മേടം വരെയുള്ള കാലയളവ് എന്നാണ് കാണുന്നത്. ആദിത്യൻ ഈ നക്ഷത്രക്കൂറിന്റെ 6ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അങ്ങനെ 6ാം ഭാവത്തിലേക്ക് ഉച്ചരാശിയിൽ ആദിത്യൻ പ്രവേശിക്കുമ്പോൾ ശത്രുക്കൾ സ്വമേധ നിഷ്പ്രഭരാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബന്ധുജനങ്ങൾക്ക് വേണ്ടി ധാരാളം ധനം ചെലവഴിക്കാനുള്ള ചില ഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുമെന്ന് കാണുന്നുണ്ട്. പൊതുവിൽ ധനപരമായ ഒരുപാട് ഉയർച്ചയും അതുപോലെ തന്നെ മൃഗങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും ഒക്കെ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് വൃശ്ചികക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കള്ളന്മാരിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധ കൊടുക്കാൻ നല്ലതാണ്. അതായത് വൃശ്ചികക്കൂറുകാരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലമാണ്. ആ ഒരു ഉയർച്ചയിൽ പലതരത്തിലുമുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന സമയത്ത് ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ഭവിക്കുന്ന വസ്തുവകകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും കൂടുതലൊരു ശ്രദ്ധ കൊടുക്കുന്നത് ഈ സമയത്ത് നല്ലതാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റം സംഭവിക്കുകയും പലതരത്തിലുമുള്ള ആഗ്രഹ സബലീകരണങ്ങൾ സാധ്യമാക്കിയെടുക്കാൻ കഴിയുകയും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുകയും ഇവരുടെ ജീവിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കം കുറിക്കാൻ കഴിയുന്ന ഒരു സമയമായിട്ട് മേടം 1 മുതൽ അടുത്ത മേടം 1-ാം തീയതി വരെയുള്ള സമയത്തെ കാണേണ്ടതുണ്ട്. ഈ നക്ഷത്രക്കാരുടെ സാന്നിധ്യം ഒരു ഭവനത്തിലെ പലതരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ മേടം 1 മുതൽ അടുത്ത മേടം വരെയുള്ള സമയങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അതിൽ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇടവമാസം 18ഓടുകൂടി ചൊവ്വ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാലയളവിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നു ഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. അതായത് നക്ഷത്ര രാശിയുടെ 6ാം ഭാവത്തിലേക്ക് സ്വക്ഷേത്രകാരകനായിരിക്കുന്ന ചൊവ്വ പ്രവേശിക്കുന്ന ഒരു സമയം വരുമ്പോൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ശത്രുക്കൾ നിഷ്പ്രഭരാകുകയും നല്ല ബുദ്ധിശക്തി ഉണ്ടായിരിക്കുകയും സ്വയപ്രയത്നത്താൽ ധാരാളം ധനം സമ്പാദിക്കാനുള്ള യോഗവും പൂർവാർജിത ധനം അനുഭവയോഗ്യമാകുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും എന്നാണ് പറയാറുള്ളത്. അപ്രതീക്ഷിതമായിട്ട് പല നല്ല കാര്യങ്ങളും ഈ മേടം 1 മുതൽ അടുത്ത മേടം 1 വരെയുള്ള സമയങ്ങളിൽ വൃശ്ചികക്കൂറുകാർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള സമയമാണ്. എന്നാൽ ഈ സമയത്ത് ഈ രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിത്യം പ്രാർത്ഥനകൾ ചെയ്യുകയും മാതാപിതാക്കളെയും ഗുരുവിനെയും എപ്പോഴും ധ്യാനിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാനായിട്ട് വൃശ്ചികക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ധനുക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മേടം 1-ാം തീയതിക്ക് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ വ്യക്തി ജീവിതത്തിലേക്ക് വന്നു ഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. പ്രത്യേകിച്ച് ആദിത്യൻ മേടത്തിൽ നിന്നാൽ പ്രസിദ്ധരായി തീരാനുള്ള ചില ഭാഗ്യങ്ങളും സാമർഥ്യവും സ്വന്തമായ ഒരു ഗ്രഹം ലഭിക്കാനുള്ള ഭാഗ്യവും സുഖലോലുപന്മാരായി കഴിയാനുള്ള ഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ധാരാളം ധനവും അംഗരക്ഷകരും ഉള്ളവരായിട്ട് ഈ ധനുക്കൂറുകാർ മാറും എന്നുള്ളതാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ധനുക്കൂറിന്റെ 5ാം ഭാവത്തിലേക്കാണ് ഈ ആദിത്യൻ മേടക്കൂറിലേക്ക് പ്രവേശിക്കുന്നത്. അപ്രകാരം പറയുമ്പോൾ വളരെ സൂക്ഷ്മ ബുദ്ധിയോടുകൂടി ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു സമയമായിട്ടും മന്ത്രശാസ്ത്രത്തിലും നീതിശാസ്ത്രത്തിലുമൊക്കെ വളരെ പാണ്ഡിത്യം ഉണ്ടായിരിക്കാനുള്ള ഭാഗ്യവും രാജകീയമായ ചില യാത്രകൾ ചെയ്യാനുള്ള യോഗഭാഗ്യങ്ങളും സന്താനങ്ങളെ കൊണ്ടുള്ള ചില ദുഃഖങ്ങളുണ്ട് എങ്കിലും സന്താനങ്ങൾക്ക് ജീവിതത്തിൽ വളരെ ഉയർച്ച നേടാൻ കഴിയുന്ന സമയമൊക്കെ ആയിട്ട് ഈ നക്ഷത്രക്കാർക്ക് മേടം 1 മുതൽ അടുത്ത മേടം 1-ാം തീയതി വരെയുള്ള സമയം മാറുമെന്നാണ് കാണുന്നത്. പൊതുവിൽ കുടുംബ സൗഖ്യത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു ഭാഗ്യമാണ് ധനുക്കൂറുകാർക്ക് ഈ മേടം 1 മുതൽ അടുത്ത മേടം വരെയുള്ള സമയം വന്നു ചേരുന്നത്. ഇതോടൊപ്പം തന്നെ ഇവരുടെ പല ബാധ്യതകളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചാൽ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമായിട്ട് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള സമയത്തെ കാണാവുന്നതാണ്. പ്രത്യേകിച്ച് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടും അതുപോലെ
അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയിൽ കുറച്ചും കൂടി മികവ് പുലർത്തിക്കൊണ്ടുമൊക്കെ വളരെ നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ നക്ഷത്രക്കാർ പരിശ്രമിച്ചാൽ സാധിക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ ഈ ധനുക്കുറുകാരുടെ കർമ്മ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് ശുഭകരമായ ജീവിതം നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് കാണുന്നുണ്ട്. ധനുക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഈശ്വരാധീനമുള്ള ഒരു സമയമായിട്ടാണ് ഈ മേടത്തിന്റെ തുടക്കമെന്ന് പറയുന്നത്. ധനുക്കുറുകാരുടെ വിഷുഫലത്തിൽ അവരുടെ ആഗ്രഹങ്ങളെ സബലീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും പല സന്ദർഭങ്ങളിലായിട്ട് ഇവരിലേക്ക് വന്നു ചേരുമെന്ന് കാണുന്നുണ്ട്. എന്നാൽ ദൈവികമായിട്ട് പറയുമ്പോൾ ഈ സന്ദർഭങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും ഇവരുടെ പ്രവർത്തന ശൈലിയിൽ ജീവിത സാഹചര്യങ്ങളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോകാറുണ്ട്. എന്നാൽ ഈശ്വരപ്രാപ്തി കൂടുതലുള്ള സമയമായതുകൊണ്ട് തന്നെ ഈ വിഷു മുതൽ മുന്നോട്ടേക്ക് ഇവർക്ക് പല ശുഭകാര്യങ്ങളും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നാണ് നക്ഷത്രഫലത്തിലൂടെ കാണുന്നത്. ഇനി മകരക്കുറുകാരെ കുറിച്ചാണ് പറയുന്നത്. മകരക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ആദിത്യൻ 3-ാം ഭാവത്തിൽ നിന്ന് 4-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. 4-ാം ഭാവത്തിൽ ആദിത്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദ്രവ്യം, മാനം, കീർത്തി മുതലായവ അധികമായി വർദ്ധിക്കുമെന്നും ദേശസഞ്ചാരം ചെയ്യാനുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകുകയും ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള ചില ഭാഗ്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയും ചെയ്യുമെന്ന് കാണുന്നുണ്ട്. എന്നാൽ മേടമാസം 1 മുതൽ അടുത്ത മേടം വരെയുള്ള സമയങ്ങളിൽ സ്വന്തം കാര്യങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കൂടുതൽ ശ്രമിക്കാൻ കഴിയുന്ന ഒരു സമയമായിട്ട് കാണുന്നു. പലപ്പോഴും മകരക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വളരെയേറെ കഠിനാധ്വാനം ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ സ്വന്തം ജീവിതത്തിൽ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടുന്ന ഒരു സമയമായിട്ട് ഈ സമയത്തെ കാണുകയും പഠന കാര്യങ്ങളിലും വ്യക്തി പുരോഗതിക്കും വേണ്ടിയിട്ട് പരമാവധി ഈ സമയം പ്രയോജനപ്പെടുത്തുകയും ചെയ്യേണ്ട സമയമായിട്ടാണ് മകരക്കുറുകാർക്ക് ഈ ഒരു സമയം വന്നു ചേരുന്നത്. പ്രത്യേകിച്ച് മേടമാസത്തിൽ തന്നെ വ്യാഴം ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഇപ്രകാരം ഇടവൻ രാശിയിലേക്ക് വ്യാഴം വരുന്നതോട് കൂടിയിട്ട് മേടക്കുറുകാർക്ക് വളരെയേറെ ഈശ്വരാനുഗ്രഹമാണ് വന്നു ചേരുന്നത്. അതായത് മകരക്കൂറിന്റെ 5-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ദേവദൃഷ്ടി ഈ നക്ഷത്രക്കാർക്കുണ്ടാകും എന്നാണ് പറയുക. ഒരുപാട് പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ട് അതിന്റെ ഫലം ലഭിക്കുന്നില്ല എന്ന് പറയുന്ന മകരക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ മേടമാസത്തോടുകൂടി ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഈ രീതിയിലെല്ലാം ചിന്തിക്കുമ്പോൾ ഈ വിഷുക്കാലം മുതൽ അടുത്ത വിഷു വരെയുള്ള കാലയളവ് എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്തിലൂടെ ഇവരുടെ ആഗ്രഹങ്ങൾ സഫലമാകുകയും അതോടൊപ്പം തന്നെ ശ്രേഷ്ഠമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമായിട്ട് കാണേണ്ടതുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് സർഗാത്മകമായ കഴിവുകളിലൂടെ പലതരത്തിലുമുള്ള നേട്ടങ്ങൾ കൈവരിക്കാനും കീർത്തിയും ആദരവും പിടിച്ചുപറ്റാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി കുംഭക്കുറുകാരെ കുറിച്ചാണ് പറയുന്നത്. കുംഭക്കുറുകാർക്ക് ഈ വിഷുക്കാലം വളരെ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയേറെ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ ഭവനം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുക, വ്യക്തി ജീവിതത്തിലെ കഷ്ടതകൾക്ക് മുക്തി പ്രാപിക്കാൻ കഴിയുന്ന സമയമൊക്കെ ആയിട്ടാണ് ഈ വിഷുക്കാലം ഇവരിലേക്ക് വന്നു ചേരുന്നത്. ആദിത്യന്റെ സ്ഥാനം 2-ാം ഭാവത്തിൽ നിന്ന് 3-ാം ഭാവമായിരിക്കുന്ന ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ പ്രൗഢിയും ശ്രേഷ്ഠതയും ഒക്കെ ഉള്ളവരായിട്ട് ഇവർ മാറും. അതോടൊപ്പം തന്നെ ശത്രുക്കൾ നിഷ്പ്രഭരാകുകയും തീർത്ഥാടനങ്ങളിൽ താല്പര്യം ഉണ്ടാകുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ദേവകർമ്മങ്ങളിൽ പങ്കെടുക്കാനും തീർത്ഥാടന യാത്രകൾ ചെയ്യാനും ഒക്കെയുള്ള ചില യോഗങ്ങൾ ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരുകയും ഭരണാധികാരികളാൽ ബഹുമാനിക്കപ്പെടുകയും ഉന്നത അധികാരങ്ങൾ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമായിട്ട് ഈ നക്ഷത്രക്കാർക്ക് വിഷുക്കാലം മാറും, അഥവാ വിഷുഫലം മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും അധികാരങ്ങൾ വേണ്ട എന്ന് കരുതി മാറി നിൽക്കുന്ന കുംഭക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അധികാരങ്ങൾ ഇവരിലേക്ക് സ്വമേധയാ വന്നു ചേരുന്ന ഒരു സമയമായിട്ട് ഈ സമയം മാറും. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യാനും ഒക്കെയുള്ള ഒരു കാലയളവായിട്ട് ഈ മേടം 1 മുതൽ അടുത്ത മേടം വരെയുള്ള സമയത്തെ കാണേണ്ടതാണ്. വ്യക്തിപ്രഭാവത്തിലൂടെ പല നല്ല കാര്യങ്ങളും ചെയ്യാൻ ഇവർക്ക് അവസരമുണ്ടാകും. ജീവിതത്തിൽ എപ്പോഴും കഷ്ടതകൾ മാത്രം അനുഭവിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് സുഖാനുഭവങ്ങൾ നേടാനും കൂടെ കഴിയുന്ന ഒരു സമയമായിട്ടാണ് ഈ വിഷുക്കാലം ഇവർക്ക് വന്നു ചേരുന്നത്. വിഷുഫലം പൊതുവിൽ കുംഭക്കൂറുകാർക്കും അവരുടെ കഷ്ടതകളിൽ നിന്നുള്ള മുക്തിയാണ് നൽകുന്നത്. ഇനി മീനക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത്. മീനക്കൂറുകാർക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വിഷുഫലമാണ് ഉള്ളത്. അവരുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു ഫലമാണ്. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാനും ജീവിതത്തിൽ കൂടുതൽ യാത്ര ചെയ്യാനും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനും പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കാനും പഠനത്തിൽ മികവ് പുലർത്താനും ഉപരിപഠനത്തിനുള്ള യോഗഭാഗ്യങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു വർഷമായിട്ടാണ് ഈ മേടം മുതൽ അടുത്ത മേടം വരെയുള്ള കാലയളവ് മീനക്കൂറുകാർക്ക് വന്നു ചേരുന്നത്. വളരെ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയ വർഷമായിട്ടും അതോടൊപ്പം തന്നെ ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ അനുഗ്രഹമുള്ള ഒരു കാലമായിട്ടും ഈ മേടം മുതൽ അടുത്ത മേടം വരെയുള്ള കാലയളവിനെ കാണാം. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെയും ഗുരുവിന്റെയും പ്രീതിയോടുകൂടി വളരെ ജീവിത വിജയം കൈവരിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള പല ഭാഗ്യാനുഭവങ്ങളും ഈ പുതുവർഷത്തിൽ അഥവാ മേടം 1 മുതൽ അടുത്ത മേടം വരെയുള്ള കാലയളവിനുള്ളിൽ ഇവർക്ക് വന്നു ചേരും. അതോടൊപ്പം തന്നെ ഇവർ ആഗ്രഹിക്കുന്നതിൽ ഉപരിയായിട്ട് ഇവരുടെ കർമ്മരംഗത്ത് ശോഭിക്കാൻ അവർക്ക് സാധിക്കും. തൊഴിലിൽ പുരോഗതി നേടാൻ കഴിയും. ജോലി ലഭിക്കാത്ത ആളുകൾക്ക് പുതിയ ജോലി ലഭിക്കുന്ന പുതുവർഷമായിട്ടും അതോടൊപ്പം തന്നെ
മറ്റുള്ളവരാൽ പല സഹായങ്ങളും ലഭിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന സമയമായിട്ടും ഒരുപാട് ആളുകളോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിച്ച് പല മേഖലയിലും വിജയം കൈവരിക്കാൻ കഴിയുന്ന സമയമായിട്ടും അപ്രതീക്ഷിതമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ചില ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമായിട്ടും ഇതിനെല്ലാം ഉപരിയായിട്ട് മൂല്യവസ്തുക്കൾ ലഭിക്കുന്ന ഒരു വർഷമായിട്ടും ഒക്കെ മേടം 1 മുതൽ അടുത്ത മേടം വരെയുള്ള വിഷുഫലത്തെ കാണേണ്ടതുണ്ട്. ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇവരിലേക്ക് വന്നു ഭവിക്കുമ്പോഴും അതിലൂടെ മറ്റുള്ളവർക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു വിഷഫലമായിട്ട് കാണുന്നത്. പൊതുവിൽ മേടം 1 മുതൽ അടുത്ത മേടം 1-ാം തീയതി വരെയുള്ള വിഷുഫലം പറയുമ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള യോഗങ്ങളും അതോടൊപ്പം തന്നെ സൗഹാർദ്ദപരമായിട്ട് പരസ്പര സ്നേഹത്തോടുകൂടി സഹായ സഹകരണങ്ങൾ ചെയ്യാനുള്ള ചില യോഗങ്ങളും ഇതിനെല്ലാം ഉപരിയായിട്ട് ജീവിതത്തിൽ പല കാര്യങ്ങളും പഠിക്കാനും നേട്ടങ്ങൾ കൈവരിക്കാനും ആഗ്രഹ സബലീകരണത്തിനും ഒക്കെയുള്ള കാലവുമായിട്ടാണ് പൊതുഫലം കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വിഷുക്കാലം മുതൽ അടുത്ത വിഷു വരെയുള്ള സമയം മനോഹരമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകാൻ സാധിക്കട്ടെ എന്നും ദുഃഖത്തെ കൈവെടിഞ്ഞ് സന്തോഷം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ നേടാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു. എൻ്റെ എളിയ വാക്കുകൾ ശ്രവിച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം.